11 വർഷത്തെ പിണക്കം മറന്ന് NSS വേദിയിൽ എത്തി രമേശ് ചെന്നിത്തല. പെരുന്നയിലെ NSS ആസ്ഥാനത്ത് മന്നം ജയന്തി സമ്മേളനം അല്പസമയത്തിനകം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. പെരുന്നയിലെത്തിയ രമേശ് ചെന്നിത്തല NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. പറയാനുള്ളത് വേദിയിൽ പറയുമെന്നായിരുന്നു മാധ്യമങ്ങളോട് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. 11 വർഷങ്ങൾക്ക് ശേഷമാണല്ലോ എന്ത് പറഞ്ഞത്? എന്ത് പറയല്ലോ അവിടെ. അല്ല എന്നാലും ഇപ്പൊ എന്ത് വിവരങ്ങളും പെരുന്നയിൽ നിന്ന് ടോബി ജോൺസൺ, മനീഷ് മഹിബാർക്ക് ചേരുന്നുണ്ട്. ആദ്യം ടോബിയിലേക്ക് പോകുന്നു. ടോബി, പറയാനുള്ളത് വേദിയിൽ പറയും എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സ്വഭാവത്തിലുള്ള പരാമർശം അവിടെ പ്രതീക്ഷിക്കേണ്ടതില്ല. എന്തായാലും ഈ രമേശ് ചെന്നിത്തലയുടെ NSS വേദിക്ക് അത് കേവലം ഒരു പരിപാടി എന്നതിനപ്പുറം പല പല മാനങ്ങൾ, രാഷ്ട്രീയമടക്കം പല മാനങ്ങളുമുണ്ട്. ടോബി, ഹാഷ്മി, തീർച്ചയായിട്ടും രാഷ്ട്രീയം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു ചർച്ച സജീവമാകുന്നത്. അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല മന്നം ജയന്തിക്ക് എത്തുമ്പോൾ, NSS ആസ്ഥാനത്തേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് അത് ചർച്ചയാവുന്നത് എന്നുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതായത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുമ്പോൾ ആരാണ് കോൺഗ്രസിലെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള സജീവ ചർച്ചകൾ നടക്കുന്ന ഒരു ഘട്ടമാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ പാലക്കാട് അടക്കമുള്ള വലിയ വിജയം, ഉപതെരഞ്ഞെടുപ്പിലെ വിജയം VD സതീശൻ ഒരു അല്പം മേൽക്കൈ നൽകിയിരുന്നു. ആ ചർച്ചകൾ ഇങ്ങനെ തുടർന്ന് വരുന്നതിനിടയിലാണ് ഒരു വലിയ ടെസ്റ്റ് പോലെ സുകുമാരൻ നായർ ഈ രമേശ് ചെന്നിത്തലയെ മന്നം ജയന്തിയിൽ ഒരു മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നത്. അതിനുശേഷം ഉദ്ഘാടകൻ എത്താത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഇപ്പോൾ ഒരു ഉദ്ഘാടകനാക്കി കൂടി മാറ്റിയിരിക്കും. എന്തായാലും വലിയ ഒരു രാഷ്ട്രീയ ചർച്ചകൾ തന്നെയാണ് ഈ മന്നം ജയന്തി ആസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കോൺഗ്രസിൽ നമുക്കറിയാവുന്ന പോലെ 2013 താക്കോൽ സ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്ക് നൽകണമെന്നുള്ള ഒരു ആവശ്യം സുകുമാരൻ നായർ മുന്നോട്ട് വെച്ചത്. അന്ന് KPCC അധ്യക്ഷനായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് അത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടികൾ ഉണ്ടാകുമെന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അതിനെ തള്ളിപ്പറഞ്ഞത്. അതേ തുടർന്ന് ഒരു 11 വർഷക്കാലം നീണ്ടു നിന്ന ഒരു അകൽച്ച, പലപ്പോഴും കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ ഇവിടെ നടന്ന മന്നം ജയന്തി സമ്മേളനത്തിനെല്ലാം തന്നെ ഇവിടെ എത്തുകയും പുഷ്പാർച്ചന നടത്തുകയും മടങ്ങിപ്പോവുകയും ചെയ്തിരുന്ന രമേശ് ചെന്നിത്തല ഇത്തവണ മുഖ്യ അതിഥിയായി ഉദ്ഘാടകനായി എത്തുമ്പോൾ അതിന് രാഷ്ട്രീയമാനം വളരെ വലുതാണ്. NSS മാത്രമല്ല SNDP അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. ഇപ്പോൾ സമസ്തയുടെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ക്ഷണം ലഭിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ കൂടുതൽ ഈ ഒരു മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള ആ ഒരു ചർച്ചയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കൂടുതൽ എഡ്ജ് കിട്ടുന്നു. സാമുദായിക നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു പരിപാടിയായി തന്നെ ഈ ഒരു മന്നം ജയന്തിയെ, 148ാമത്തെ മന്നം ജയന്തിയെ നമുക്ക് കാണണം. എന്തായാലും ചടങ്ങുകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ തുടങ്ങും. സുകുമാരൻ നായർ അല്പസമയം മുമ്പ് ഇവിടെ നിന്ന് വേദിയിലേക്ക് പോയി. രാവിലെ ഇവിടെ എത്തി ഏകദേശം 9:45 രമേശ് ചെന്നിത്തലയെ എത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം ഗസ്റ്റ് ഹൗസിലിരുന്ന രമേശ് ചെന്നിത്തലയെ ചാണ്ടി ഉമ്മൻ അടക്കമുള്ളവർ എത്തി സന്ദർശിച്ചു കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. നമുക്കപ്പോൾ തന്നെ അറിയാം, പണ്ടുണ്ടായിരുന്ന ആ ഗ്രൂപ്പ് സമവാക്യങ്ങളൊന്നുമല്ല കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ ചർച്ചകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പൊതുസമ്മേളനം നടക്കും. രാവിലെ സുകുമാരൻ നായരോട് നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞത് പറയാനുള്ളതെല്ലാം താൻ വേദിയിൽ പറയാമെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വേദിയിൽ എന്തൊക്കെയായിരിക്കും ഈ രണ്ട് ആളുകളും സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ടോബി, ഒരു പിണക്കം അവിടെ ഉണ്ടായിരുന്നു. ആ പിണക്കത്തിന്റെ കാരണം ഈ താക്കോൽ സ്ഥാനം, നേരത്തെ ടോബി പറഞ്ഞതുപോലെ താക്കോൽ സ്ഥാനം അതിനെ തള്ളും, നിരാകരിക്കുന്നു രമേശ് ചെന്നിത്തല. അപ്പോൾ ആ പിണക്കത്തിന്റെ മഞ്ഞ് അല്ലെങ്കിൽ പിണക്കം തീർന്നാണല്ലോ ഉദ്ഘാടനമായി വരുന്നത്. അപ്പോൾ ആ പിണക്കത്തെ പറ്റിയും അതിന് നാൾ വഴികളെ പറ്റിയും രമേശ് ചെന്നിത്തല വേദിയിൽ സൂചിപ്പിക്കും എന്ന് കരുതണോ? തീർച്ചയായിട്ടും അത് സൂചിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. രമേശ് ചെന്നിത്തല ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ തന്നെ അത് പ്രകടമായിരുന്നു. വളരെ സന്തോഷവാനായിട്ടാണ് അദ്ദേഹം ഈ NSSൻ്റെ പരിപാടി നടക്കുന്ന, ഈ മന്നം ജയന്തി നടക്കുന്ന ഈ വേദിയിലേക്ക്, NSS ആസ്ഥാനത്തേക്ക് എത്തിയത് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അത്രത്തോളം സന്തോഷവാനായി മുൻപ് ചെന്നിത്തല ഇവിടെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല. പല സമയങ്ങളിലും പല മന്നം ജയന്തിയിലും നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ വന്ന് മനസ്സമാധിയിൽ നേരിട്ടെത്തി പുഷ്പാർച്ചന നടത്തി അവിടുന്ന് നേരിട്ട് മടങ്ങുകയാണ് അദ്ദേഹം ചെയ്യാറുള്ളത്. പലപ്പോഴും സുകുമാരൻ നായരെ വന്ന് ഗസ്റ്റ് ഹൗസിൽ വന്ന് കാണാൻ പോലും തയ്യാറായിരുന്നില്ല. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണത്തെ അദ്ദേഹത്തെ മുഖ്യാതിഥിയായിട്ട് ക്ഷണിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും അദ്ദേഹത്തിൻ്റെ മുഖത്തും കാണാനുണ്ട്. കാരണം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു പിന്തുണയാണ് NSSൻ്റേത്. അത് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ശരീരഭാഷയിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. മരാമൻ കൺവെൻഷനിലടക്കം VD സതീശൻ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഓപ്പറേഷൻസ് നടത്തുന്നു. യുവാക്കളുമായുള്ള അദ്ദേഹത്തിൻ്റെ യുവാക്കളെ ഒപ്പം ചേർത്തുകൊണ്ടുള്ള
പാർട്ടിയിലെ ശക്തി തെളിയിക്കാൻ വി ഡി സതീശൻ ഒരു വശത്തുകൂടി പോകുമ്പോഴാണ് രമേശ് ചെന്നിത്തല കൂടുതൽ ശക്തി പ്രാപിച്ച് കഴിഞ്ഞ 4 വർഷങ്ങൾക്കിടയിൽ നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കമൊന്നും രമേശ് ചെന്നിത്തല ക്യാമ്പിൽ നിന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ രമേശ് ചെന്നിത്തല കൂടുതൽ ശക്തനാകുന്നു, കൂടുതൽ പരിപാടികളിൽ പങ്കെടുക്കുന്നു, സാമുദായിക സംഘടനകളൊക്കെ നടത്തുന്ന പരിപാടികളിലേക്ക് അദ്ദേഹത്തിന് ക്ഷണം വരുന്നു. ഇതൊക്കെ അദ്ദേഹത്തിന് കൂടുതൽ ഈ കോൺഗ്രസിനുള്ളിലെ ഈ പോരിൽ അദ്ദേഹത്തിന് കൂടുതൽ ശക്തി നൽകുന്നതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ആ പിണക്കം മാറിയിരിക്കുന്നു 11 വർഷത്തെ. അത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഹാഷ്മി, മനീഷ് മഹിപാൽ കുടിച്ചിരുന്നു. മനീഷ്, രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുന്ന ആ ചടങ്ങിലേക്ക് ഏതെങ്കിലും ഇടത് സർക്കാരിലെ മന്ത്രിമാർക്ക് ക്ഷണമുണ്ടോ? ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്ക് ക്ഷണമുണ്ടോ? ഏതെങ്കിലും BJP നേതാക്കൾക്ക് ക്ഷണമുണ്ടോ? മനീഷ്, ഹാഷ്മി, ഇവിടെ പൊതുസമ്മേളന വേദിയിലേക്ക് ആർക്കും ക്ഷണമില്ല, മറ്റൊരു നേതാവിനും ക്ഷണമില്ലെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പക്ഷേ ഇവിടെ മന്നം സമാധി സ്മാരക സ്ഥലത്ത് പുഷ്പാർച്ചന നടത്തി മടങ്ങിപ്പോവുകയാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ വന്നു പോയത്. അദ്ദേഹം ഇവിടുന്ന് മടങ്ങിപ്പോയിട്ടുണ്ട്. ഒപ്പം തന്നെ MLA-മാർ, MP-മാർ അടക്കമുള്ള ഉന്നത നേതാക്കളുണ്ട്. VD സതീശൻ ഇത്തവണയും എത്തിയില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഒപ്പം തന്നെ രാഷ്ട്രീയമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് ഈ രമേശ് ചെന്നിത്തലയെ NSS പിന്തുണയ്ക്കുന്ന സമയത്ത് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണം കൂടി ആലപ്പുഴയിൽ തേടിയിരുന്നു. വെള്ളാപ്പള്ളി നടേശനും ഈ ഒരു വിഷയത്തിൽ പൂർണ്ണമായും രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചു മുന്നിലെത്തി. തമ്മിൽ ഭേദം തൊമ്മനാണെന്നുള്ള ഒരു പ്രതികരണം. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 5 പേരുണ്ട്. അതിൽ വലിയ മത്സരം, ഒരു പടലപ്പിണക്കം അവിടെ ഉണ്ടാകുന്നു എന്നുള്ള സാധ്യത മനസ്സിലാക്കിയായിരിക്കണം വളരെ കൗശലപൂർവ്വമുള്ള വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണം അന്ന് അവിടെ വെച്ചുണ്ടായത്. എന്താണെങ്കിലും രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പ് ശശി തരൂരായിരുന്നു ഇവിടെ മുഖ്യ പ്രഭാഷകനായി ഇവിടെ അദ്ദേഹം കൊണ്ടുവന്നത്. പക്ഷേ പിന്നീട് ശശി തരൂരുമായുള്ള ബന്ധത്തിൽ എവിടെയൊക്കെയോ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായി. അടുത്ത മന്നം സമാധി ആഘോഷങ്ങൾക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നില്ല. അങ്ങനെ ഓരോ കാലത്തും ഓരോ രാഷ്ട്രീയ നിലപാട് NSS സ്വീകരിക്കാറുണ്ട്. NSSൻ്റെ ശരിദൂരം പോലെ രാഷ്ട്രീയ പാർട്ടികളോട് ഒരേ ദൂരമാണെങ്കിൽ കൂടി ഈ വരുന്ന പരിപാടിയിലേക്ക് അദ്ദേഹം വ്യക്തിപരമായി ഓരോ നേതാക്കളോടും കാണിക്കുന്ന അനുഭാവം അത് വലിയ രാഷ്ട്രീയ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. പ്രത്യേകിച്ചും VD സതീശനുമായുള്ള ഒരു അകൽച്ച അത് വലിയ ഒരു വിഷയമായി രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ നോക്കി കാണുന്നുണ്ട്. കാരണം VD സതീശൻ മുൻപ് പറഞ്ഞ തിണ്ണ നിരങ്ങാനില്ല എന്നുള്ള നിലപാട് വലിയ രീതിയിൽ വിമർശനത്തിന് ഇടയാക്കി. പിന്നെ അദ്ദേഹം തിരുത്തുകയും ചെയ്തു. പക്ഷേ VD സതീശൻ പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പ് രാഷ്ട്രീയങ്ങൾക്ക് അതീതനായി ശക്തി പ്രാപിക്കുമ്പോഴാണ് മറ്റൊരു നീക്കം ഒരു പാളയത്തിൽ പടയുന്ന രീതിയിൽ കോൺഗ്രസ് ഇങ്ങനെ ഈ വിധത്തിൽ ഉണ്ടാവുക. എന്താണെങ്കിലും ഇപ്പോൾ മന്നം സമാധി സ്മാരകത്തിൻ്റെ അവിടെ അദ്ദേഹമുണ്ട്. G. സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറി അവിടെ ഉണ്ട്. പുഷ്പാർച്ചന നടത്തിയ ശേഷം അവിടെ അദ്ദേഹം വിശ്രമിക്കുകയാണ്. ഇനി രമേശ് ചെന്നിത്തല, ഉദ്ഘാടകനായിട്ടുള്ള രമേശ് ചെന്നിത്തല അങ്ങോട്ടേക്ക് എത്തിയ ശേഷം ഇവിടെ നിന്നും ഒരുമിച്ച് ഈ മന്നം സമാധി സ്ഥലത്ത് നിന്നും പൊതുവേദിയിലേക്ക് ഇരു നേതാക്കളും ഒരുമിച്ച് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയായിരിക്കും ഇരു നേതാക്കളും ഇവിടെ നിന്നും പൊതുസമ്മേളന വേദിയിലേക്ക് പോവുക. രമേശ് ചെന്നിത്തല പ്രതികരിച്ചത് വളരെ സന്തോഷവാനായിരുന്നു. അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞത് ഇരു കൂട്ടരും ഞാനും അദ്ദേഹവും പറയാനുള്ളത് പൊതുവേദിയിൽ പറയുമെന്നുള്ളതാണ്. എന്താണെങ്കിലും അതും വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടെ കാണുന്നു. രമേശ് ചെന്നിത്തല അദ്ദേഹം 2013 G. സുകുമാരൻ നായരുടെ വാക്കുകളെ തള്ളി രംഗത്ത് വന്നതാണ്. താക്കോൽ സ്ഥാനം അങ്ങനെ ഒരു നിലപാടിനെ തള്ളിക്കൊണ്ട് അന്ന് പാർട്ടിക്കൊപ്പം നിലപാടെടുത്ത വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. അങ്ങനെയെങ്കിൽ രമേശ് ചെന്നിത്തല ഇന്ന് ഏത് വിധത്തിലായിരിക്കും സസൂക്ഷ്മമായി പ്രസംഗിക്കുക? അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കിലും ശ്രദ്ധയുണ്ടാകും. ആ രാഷ്ട്രീയപരമായിട്ടുള്ള ബുദ്ധി അദ്ദേഹം കാണിക്കുമോ? ഏത് വിധത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രതികരണം? ഒപ്പം തന്നെ സുകുമാരൻ നായരും എന്ത് പറയുന്നു എന്നുള്ളതും രാഷ്ട്രീയ കേരളം നോക്കിക്കാണുകയാണ്. ഹാഷ്മി, അല്ല മനീഷ്, എപ്പോഴും സമദൂര നിലപാട് എന്ന് തന്നെയായിരുന്നു NSS പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറ്റമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളടക്കമുള്ള ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം ഈ വേദിയിൽ പ്രതീക്ഷിക്കണോ മനീഷ്? ഇതിന് മുൻപും വർഷങ്ങൾക്ക് മുൻപും പല നേതാക്കന്മാരും ഇവിടെ പൊതുസമ്മേളനത്തിൽ ഉദ്ഘാടകരായി എത്തിയിട്ടുണ്ട്. എല്ലാ വർഷവും എല്ലാ സമാധി ജൂബിലി ആഘോഷങ്ങൾക്കിടയിലും ഈ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പരാമർശങ്ങൾ, ഒരു പൊളിറ്റിക്കൽ തീരുമാനങ്ങളൊക്കെ തന്നെ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ജനറൽ സെക്രട്ടറിയുടെ തന്നെയാണ്. ഇദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടെങ്കിലും ഈ പൊതുസമ്മേളനത്തിന് ഉദ്ഘാടകനായി വിളിച്ചിട്ടുണ്ടെങ്കിലും കേരള രാഷ്ട്രീയത്തെ പറ്റിയോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചോ വ്യക്തിപരമായ രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചോ ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായം കഴിഞ്ഞ കുറേ നാളുകളായി പറഞ്ഞിട്ടില്ല. NSS അവരുടെ നിലപാടുകൾ അറിയിക്കുക, ഏതെങ്കിലും റിലീസ് സംവരണ വിഷയത്തിലോ ശബരിമല വിഷയത്തിലോ ഒക്കെ തന്നെ സർക്കാരിനെതിരെയുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ എന്തെങ്കിലും ഒരു റിലീസിലുള്ള പത്രക്കുറിപ്പ്
മാധ്യമത്തിലൂടെ മാത്രം നിലപാട് അറിയിക്കുകയാണ്. പക്ഷേ അദ്ദേഹം നേരിട്ട് തന്നെ രമേശ് ചെന്നിത്തലയെ ഉദ്ഘാടകനാക്കുമ്പോൾ എന്ത് നിലപാട് രമേശ് ചെന്നിത്തല വേദിയിലേക്ക് എത്തുകയാണ്. മന്നം ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് രമേശ് ചെന്നിത്തല അങ്ങോട്ടേക്ക് എത്തുന്നത്. ജി സുകുമാരൻ നായരും രമേശ് ചെന്നിത്തലയും കൂടിയാണ് വേദിയിലേക്കുള്ള ഈ പറയുന്ന വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയുള്ള അങ്ങോട്ടേക്കുള്ള പോക്ക്. 11 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പറയുന്ന മന്നം അവിടെ എത്തുകയും പുഷ്പാർച്ചന നടത്തി മടങ്ങുകയും ചെയ്യുന്നു എന്നതിനപ്പുറം യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് മാത്രമല്ല അതിൻ്റെ ഉദ്ഘാടകൻ കൂടിയാകുന്നു രമേശ് ചെന്നിത്തല. പറയാനുള്ളത് വേദിയിൽ പറയാം എന്നുള്ളതായിരുന്നു രമേശ് ചെന്നിത്തല നേരത്തെ പറഞ്ഞത്. ഈ പറയുന്ന 11 വർഷക്കാലത്തെ ഒരു അകൽച്ചയുടെ താക്കോൽ സ്ഥാന പരാമർശത്തിൻ്റെ ആ പശ്ചാത്തലം, അതിനെ നിരാകരിക്കൽ, അതിൻ്റെ അകൽച്ച, അതിനെക്കുറിച്ചൊക്കെയുള്ള പരാമർശം രമേശ് ചെന്നിത്തലയിൽ നിന്നുണ്ടാകുമോ എന്നുള്ളത് ഈ വേദിയിലെ ആകാംക്ഷയാണ്. ഉറപ്പായും രാഷ്ട്രീയ പരിസരമുണ്ട്. ഉറപ്പായും രമേശ് ചെന്നിത്തലയുടെ ഈ സന്ദർശനത്തിൽ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടി തന്നെ അത് കൂടുതൽ ആകാംക്ഷാഭരിതമാകുന്നുണ്ട്. ജി സുകുമാരൻ നായർ ഈ പറയുന്ന ഏതൊക്കെ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടാകുമോ ആ വേദിയിൽ എന്നതും അവിടെ ഈ വേദിയിൽ ഉണ്ടാകുമോ എന്ന പ്രധാന